ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു എഗ് മഞ്ചൂരിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് എഗ് മഞ്ചൂരി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 മുട്ടയാണ്. ഇത് പുഴുങ്ങി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്ത് മുട്ടയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ മിക്സാക്കി എടുക്കാം. ഓരോ പീസ് മുട്ട എടുത്ത് മുളക് പൊടിയും ഉപ്പും മുട്ടയ്ക്ക് പിടിക്കുന്ന വിധത്തിൽ എല്ലാം ഇങ്ങനെ മിക്സാക്കി എടുക്കാം. ഇനി ഒരു തവ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ഓരോന്നായി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ചെറുതായി ഫ്രൈ ആയി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട ഭാഗം ഫ്രൈ ആയി വന്നാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അധികം ഒന്നും ഫ്രൈ ആവേണ്ടതില്ല കേട്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ശേഷം ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സവാളയാണ്. ഞാനിവിടെ 4 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു സവാള 4 പീസായിട്ട് ഇതുപോലെ ഇതളുകളാക്കി എടുത്തതാണ്. ഇത് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. 2 പച്ചമുളക് റൗണ്ടായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുത്തത്. ശേഷം ഹാഫ് ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം നല്ലതുപോലെ മിക്സാക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം മിക്സാക്കി കൊടുക്കാം. ഇനി 1 സ്പൂണ് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതാണ്, അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 പിഞ്ച് റെഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോക്ക് കളർ കിട്ടാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, ഇടണമെന്ന് നിർബന്ധമില്ല. ഇനി ഇതെല്ലാം മിക്സാക്കിയ ശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം.
ഇനി ഇത് ഇളക്കി കൊടുക്കുമ്പോൾ മെല്ലെ ഇളക്കി കൊടുത്താൽ മതി, കാരണം മുട്ട ഇട്ടത് കൊണ്ട് തന്നെ മുട്ട പൊട്ടാതെ തന്നെ ഇളക്കിയെടുക്കണം. ഒരു ഭാഗം മസാല പിടിച്ച ശേഷം തിരിച്ചിട്ട് കൊടുത്ത് കുറച്ച് ടൈം വേവിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും ഓപ്ഷണലാണ്, നിങ്ങളടുത്തുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒരു മാഗി ക്യൂബിന്റെ 1/4 ഭാഗം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്താൽ മസാലക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇത് ഇട്ട് കൊടുത്ത ശേഷം മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഈ ടൈം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം എല്ലാം മിക്സ് ആക്കി 5 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അധികം ഗ്രേവി ആക്കി എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇത് മാത്രം മതി. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോഴിതാ എഗ് മഞ്ചൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോയുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.